ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മലബാറുകാരുടെ സ്പെഷ്യൽ മുട്ടമാലയും മുട്ടസുർക്കയുമാണ്. മുട്ടമാല ഉണ്ടാക്കാനായിട്ട് ഒരു ഹോളിട്ട മുട്ടത്തോട് എടുത്തു വെച്ചിട്ടുണ്ട്. മുട്ടസുർക്കയ്ക്ക് വേണ്ടി 1/4 കപ്പ് പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. മുട്ടമാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പഞ്ചസാരപ്പാനി തയ്യാറാക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 14 കോഴിമുട്ടയും 6 താറാമുട്ടയാണ് എടുത്തിട്ടുള്ളത്. താറാമുട്ട ചേർക്കുന്നത് നല്ലൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. 14 കോഴിമുട്ടയുടെ മഞ്ഞയും 6 താറാമുട്ടയുടെ മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തു വെച്ചതാണിത്. ഇത് എഗ് വൈറ്റ് ആണ്. ഇതിൽ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് മഞ്ഞ കൂടി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരേ സമയം പഞ്ചസാരയും വെള്ളവും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് പഞ്ചസാരയ്ക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്തത്. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. മുട്ടയുടെ മഞ്ഞ ഇനി നന്നായി ഇളക്കി കൊടുക്കാം. ഇതൊന്ന് അരിച്ചെടുക്കുന്നത് നന്നായിരിക്കും. ഞാനത് കാണിക്കാൻ വിട്ടതാണ്. ഇനി ഇത് മുട്ടത്തോടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പത വരുന്ന ടൈമിൽ ഇത് ചുറ്റിച്ചെടുക്കാം. ഫ്ലെയിം മീഡിയം ടു ഹൈയിലായിരിക്കണം. ഇപ്പോൾ മാല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം തളിച്ചു കൊടുത്ത് പത മാറിയതിന് ശേഷം കോരിയെടുക്കാം. ഇത് വേഗം വെന്ത് കിട്ടുന്നതാണ്. 15 സെക്കൻഡ് ഒക്കെ മതിയാവും. ഇനി രണ്ടാമതും ചുറ്റിച്ചെടുക്കാം. ഇനി ഇത് കുറച്ച് വെള്ളം കുടഞ്ഞതിന് ശേഷം കോരിയെടുക്കാം. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം പ്ലേറ്റ് ഒന്ന് ചെരിച്ച് വെക്കണം. അതിൽ ഷുഗർ സിറപ്പ് ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ്. ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഒന്ന് കുടഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടമാല റെഡി. ഇനി മുട്ടസുർക്ക ഉണ്ടാക്കിയെടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മിൽക്ക് ചേർക്കാം. ഇത് ഓപ്ഷണലാണ്. പാലും പാൽപ്പൊടിയൊക്കെ ചേർക്കുന്നത് നല്ലൊരു കളർ, വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. 3 ഏലക്കായ ചതച്ചത് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് മധുരം ചേർക്കാം. ഞാനിവിടെ 1.5 കപ്പ് ഷുഗർ ചേർത്തു. മുട്ടമാല ഉണ്ടാക്കിയതിന്റെ ബാക്കിയുള്ള സിറപ്പ് ചേർത്താലും മതി. ഇനി എല്ലാം കൂടെ നന്നായി ഇളക്കി ചേർക്കാം. ഇനി അത് നെയ്യ് തടവിയ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി കുക്കർ എടുത്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു തട്ട് ഇറക്കി വെച്ചു കൊടുക്കാം. ഇനി നമ്മുടെ മുട്ടസുർക്കയുടെ പാത്രം കുക്കറിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം. ഇനി ഇത് പ്ലേറ്റ് കൊണ്ട് അടച്ച് അതിനു മീതെ വെയിറ്റ് വെച്ച് കൊടുക്കണം. ഇനി കുക്കർ അടക്കാം. 5-6 വിസിൽ അടിച്ചു കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം. ചൂടാറിയതിനു ശേഷം കുക്കർ തുറന്ന് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടമാലയും മുട്ടസുർക്ക റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.